ഗുഡ് ഈവനിങ് ടു ഓൾ. ഒരുപാട് സന്തോഷത്തോടു കൂടെ നമ്മൾ നമ്മുടെ അടുത്ത ഈ എക്സാമിന്റെ വിന്നേഴ്സ് മീറ്റിൽ ഒരുമിച്ച് വന്നേക്കുവാണ്. സോ നിങ്ങൾ ഒത്തിരി പേര് ഒരുപാട് ആഗ്രഹിച്ച് വിന്നേഴ്സ് മീറ്റിൽ എത്തിയവരുണ്ട് അല്ലെ. പ്രീവിയസ് വിന്നേഴ്സ് മീറ്റ് കണ്ട് എനിക്കും ഇവിടെ വരണം, ഇതുപോലെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യണം എന്ന് വിചാരിച്ച് വിന്നേഴ്സ് മീറ്റിൽ എത്തിയ ഒത്തിരി പേരുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് ബെറ്റർ ടു കോൾ ഷാഖില ഭാനു. ഷാഖില, ഷീ ഈസ് ഓൺ ഡ്യൂട്ടി. എന്ത് തോന്നുന്നു ഷാഖില? Ma'am, thank you, ma'am. Thank you so much for giving this opportunity. So Okay. I couldn't say anything, ma'am, because I'm so happy regarding this is my first attempt, ma'am. So due to this new to academy, I wanted to thank you to Vinod sir, all ma'am, Rekha ma'am, and for you also. Then Siana for speaking. Okay. Very happy to tell all those things, ma'am. But Okay. yeah, God's grace. You clear. Thank you, ma'am. Thank you. Okay, thank you, Shakila. Okay, happy to see you. Happy to listen to your words, dear. Okay, so thank you so much. Yes, we will come back to Linny Francis. Yes, tell me, Linny. മാം ഒത്തിരി സന്തോഷമുണ്ട് മാം. നീതൂസ് അക്കാഡമിക്ക് ഒരു ബിഗ് താങ്ക്സ്. എല്ലാ ടീച്ചേഴ്സിനും കറണ്ട് വന്നു കണ്ടോ? എല്ലാ ടീച്ചേഴ്സിനും പേരെടുത്ത് പറയുകയാണെങ്കിൽ സീന മാം തൊട്ട് വിനോദ് സാർ, രേഖ മാം, എല്ലാവർക്കും ജിൽ സാർ, എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് ഓൾസോ ഫോർ യു മാം. മാം എപ്പോഴും പറയത്തില്ലേ ആ നീല സാരിയുടെ കൂടെ ഒരു ഫോട്ടോ വരണമെന്ന്. അത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും അത് വന്നു മാം. ഒത്തിരി സന്തോഷം, വളരെ സന്തോഷം. എനിവേ ഫൈനലി യു ക്രാക്ക്ഡ് ഇറ്റ് അല്ലേ? ഒരുപാട് സന്തോഷം ലിനി, ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. യെസ് നിഷ, അൺമ്യൂട്ട് യുവർ ഓഡിയോ. യെസ് മാം, ഒരുപാട് സന്തോഷമുണ്ട് മാം. ഇതെന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റി. ഞാനെടുത്ത ഏറ്റവും നല്ല ഡിസിഷൻ ആയിരുന്നു നീതൂസ് ചേരുക എന്നുള്ളത്. അതുകൊണ്ടാണ് മാം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് മാം. അയർലൻഡ് സ്കോർ ആണ്. ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു, നല്ല മോട്ടിവേഷൻ ആയിരുന്നു. വിനോദ് സാറ്, സണ്ണി സാറ്, അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. ഏതായിരുന്നു ടഫ് മൊഡ്യൂൾ? ഏതായിരുന്നു ജിഷ? എനിക്ക് ടഫ് ലിസ്ണിംഗ് ആയിരുന്നു മാം. ലിസ്ണിംഗ് ആയിരുന്നു. റീഡിംഗ് ഒക്കെ ഫസ്റ്റ് വിനോദ് സാറിന്റെ ക്ലാസ്സിലൂടെ തന്നെ ഫസ്റ്റ് തന്നെ എനിക്ക് നന്നായിട്ട് ഒരു ഫൗണ്ടേഷൻ കിട്ടി മാം. ബാക്കി എല്ലാ മൊഡ്യൂളും എല്ലാ ട്രെയിനേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് മാം. ഒത്തിരി സന്തോഷം ജിഷ, ഒത്തിരി താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഇതൊക്കെയാണ് മുന്നോട്ടുള്ള ജേർണിയിലുള്ള ഞങ്ങളുടെ ഇൻസ്പിറേഷനും അല്ലെ. ഓരോ ദിവസം ഇന്ന് നോക്കിയാൽ ഇത്ര അധികം സ്റ്റുഡൻസിന്റെ ഒരുപാട് സന്തോഷമുള്ള ആ ഒരു മുഖം കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി വേറെ ഒന്നിനും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് വിന്നേഴ്സ് മീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അല്ലെ. ഒരുപാട് അവരുടെ ജീവിതം മാറി മറയുന്ന അല്ലെ. കണ്ണു മുമ്പിൽ ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കണം, കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ വാട്സപ്പിൽ വരും ബോർഡിംഗ് പാസിന്റെ പിക്ചർ. അവിടെ ചെന്നിറങ്ങുമ്പോൾ UK അല്ലെങ്കിൽ ഇന്ന കൺട്രി മാം ന്യൂസിലാൻഡിൽ എത്തി എന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ടുള്ള പിക്ചേഴ്സ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും ഇങ്ങനെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ. ഷെറിൻ സണ്ണി. ഷെറിൻ. യെസ് മാം, ആദ്യം തന്നെ നീതൂസ് അക്കാഡമിയോടെല്ലാം നന്ദി പറയുന്നു. പിന്നെ നീതു മാമിനോട്, പ്രത്യേകിച്ച് വിനോദ് സാറിനോട്. എനിക്ക് എക്സാം ബാച്ച് ആയിരുന്നു, റീഡിംഗ് ആയിരുന്നു, ഒത്തിരി ടഫായിരുന്നു. പക്ഷെ വിനോദ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം എന്താന്നറിയത്തില്ല, എല്ലാം നല്ലതായിട്ടായിരുന്നു. എക്സാം എഴുതാനെല്ലാം പറ്റി. ഒത്തിരി റീഡിങ് ഒത്തിരി ടഫായിരുന്നു. അത് വിനോദ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പറ്റിയത്. പിന്നെ അശ്വതി മാം, അഡ്മിനിസ്ട്രേഷന്റെ അത് സൈക്കോളജിക്കലായിട്ട് ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു. നമ്മുടെ എക്സാം കഴിഞ്ഞിട്ടും നമുക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, ടെൻഷൻ അടിക്കണ്ട, എക്സാം പാസ്സാവും. അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത ടീമും മാമിനുള്ളത്. ഒത്തിരി താങ്ക്സ്. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം. നമ്മൾ ഇതൊരു ടീം എഫേർട്ട് ആണ് ഉറപ്പായിട്ടും അല്ലെ. നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ദിസ് ഈസ് യുവർ ഫാമിലി അല്ലെ. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ ഒരാൾക്ക് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ ഉറപ്പായിട്ടും കൂടെ നിൽക്കും അല്ലെ. തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷം ഷെറിനെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ. റോസ്മേരി ടോമി. യെസ് റോസ്മേരി. യെസ് മാം, ഞാൻ ഫ്രഷർ ആണ്. അപ്പോ എന്റെ ഫൈനൽ എക്സാമിന്റെ ലാസ്റ്റ് ആ ഒരു ടൈമിലാണ് നീതൂസിൽ ഞാൻ ജോയിൻ ചെയ്തത്. എല്ലാ ഫ്രണ്ട്സും എല്ലാരും OETക്ക് തന്നെ ജോയിൻ ചെയ്തു. അപ്പൊ എന്നോട് എപ്പോഴും എല്ലാരും ചോദിക്കായിരുന്നു എന്താ ഓൺലൈൻ എന്താ ചേരുന്നേന്നൊക്കെ ചോദിച്ചിട്ട്. ബട്ട് എനിക്കിപ്പോ ഐ എം ഹാപ്പി ദാറ്റ് I could get the required score for UK, and I thank so much Needu's Academy
താങ്ക് യു മാം. ഒരുപാട് സന്തോഷം. റോസ്മേരിക്ക് 400 ആണ് റീഡിങ്ങിന് അല്ലെ? യെസ് മാം. യെസ്. എങ്ങനെയാണ് 400 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്തിയത്? അല്ലെങ്കിൽ സാധാരണ എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ആസ് എ ഫ്രഷർ, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ടഫ് ആയിട്ടുള്ള ഒരു മോഡ്യൂള്, ഇതെല്ലാം ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാ 400 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്തിയേ? മാം എപ്പോഴും ലാസ്റ്റ് ആയപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഒരു 5 പാർട്ട് എങ്കിലും എന്നും ഡെയിലി ചെയ്യണമെന്ന് വിനോദ് സാറിന്റെ. അപ്പൊ ഞാൻ അത് എന്നും ചെയ്യായിരുന്നു. അപ്പൊ അതൊക്കെ ഈസി ആയി ഇത്രയും സ്കോർ ചെയ്യാൻ വേണ്ടി. അതൊരു വലിയൊരു കൺസേൺ ആണ് അല്ലെ? ഒരുപാട് പേര് എസ്പെഷ്യലി 4th ഇയേഴ്സ് ഒക്കെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ഒരു മെയിൻ കൺസേൺ ആണ്, ഞാൻ ഓൺലൈനിൽ പഠിച്ചാൽ എങ്ങനെയാ, ഞാൻ ഓഫ്ലൈൻ തന്നെ പഠിച്ചാലാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോടെല്ലാം ഉള്ള ഒരു ഉത്തരമാണ് അല്ലെ, ഓൺലൈൻ ഓഫ്ലൈനിന്റെ ക്വാളിറ്റിയേക്കാൾ മുന്നിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ഓൺലൈനിലെ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്താൽ, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ, ക്വാളിറ്റി അഷ്യൂർഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പാസ് അല്ലെ? അതെ, ഒരുപാട് സന്തോഷം റോസ്മേരി. അപ്പൊ എത്രയും പെട്ടെന്ന് ഡ്രീം കൺട്രിയിലോട്ട് എത്തട്ടെ. എല്ലാ അസിസ്റ്റൻസും സപ്പോർട്ടും നീതുസിന്ന് ഉണ്ടാവും. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. യെസ്, റിയ മാത്യു. യെസ് റിയ മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സത്യം പറയാലോ, നീതൂസിൽ കയറിയപ്പോ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. എസ്പെഷ്യലി വിനോദ് സാറിനോട്. സാറിന്റെ ക്ലാസ്സിൽ കയറിയപ്പോ സത്യം പറയാൻ എനിക്ക് പേടിയായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ മാം ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അശ്വതി മാം ഡെയിലി നമുക്ക് മെസ്സേജ് അയക്കും. ഈവൻ ഞാൻ നേരത്തെ പഠിച്ചിട്ടുള്ള ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇങ്ങനെ എക്സാം കഴിഞ്ഞിട്ടൊന്നും ആരും നമ്മളൊന്നും ഇങ്ങനെ മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ അശ്വതി മാം, വിനോദ് സാർ, സ്പെഷ്യലി താങ്ക്സ് ഫോർ യു. നീതു മാം, താങ്ക് യു സോ മച്ച്. മോക്ക് ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോ ഞാൻ ഇതുവരെ പഠിച്ച ഒറ്റടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ നമ്മള് ഇങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതുന്നൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മാം. പക്ഷെ ഒത്തിരി സന്തോഷം മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം റിയ, ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഒരു 4 ആഴ്ചക്ക് വേണ്ടി നമ്മുടെ ഫാമിലിയോട്ട് ജോയിൻ ചെയ്തിട്ട് ക്രാക്ക് ചെയ്ത് ഇങ്ങനെ സന്തോഷത്തോടു കൂടെ പറയണത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. യെസ്, എലിസബത്ത് ജോൺസൺ. യെസ് എലിസബത്ത്. Good evening, ma'am. ഗുഡ് ഈവനിങ് എലിസബത്ത്. വെയിറ്റിംഗ് ആണ് പറയാൻ. യെസ് എലിസബത്ത്, ടെൽ മീ, ഹൗ വാസ് യുവർ ജേർണി വിത്ത് നീതൂസ്? First of all, I am thanking to Almighty God. And നീതു മാമിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഞാനൊരു ബിഗിനർ ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഈ അക്കാദമിയിൽ പോയിട്ട് എന്താന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പം മാമിന്റെ ക്ലാസ് ആണെങ്കിലും മാമിന്റെ ആ ഇൻട്രോ ബാച്ചിൽ തന്നെ നമുക്കൊരു OET പഠിക്കാനുള്ള ഒരു എൻകറേജ്മെന്റ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അതുപോലെ എനിക്ക് ഗ്രാമർ വളരെ വീക്ക് ആയിരുന്നു. സണ്ണി സാറിന്റെ ഗ്രാമർ ക്ലാസ് വളരെ എഫക്റ്റീവ് ആയിരുന്നു. നമുക്ക് OET റൈറ്റിംഗിനാണെങ്കിലും സാറിന്റെ വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാനും അതൊക്കെ വളരെ ഹെൽപ്പ് ചെയ്തു. വിനോദ് സാറിന്റെ റീഡിംഗ് സെഷൻ ആണെങ്കിലും വളരെ നന്നായിരുന്നു. എല്ലാ മാഡംസും വളരെ സ്റ്റുഡൻസിനെ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുവാനും, ഇപ്പൊ നമുക്ക് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീം വർക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, അവർ നമ്മൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് എന്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു എൻകറേജ് ചെയ്ത്, നമുക്ക് എന്തെങ്കിലും മാർക്ക് കുറവാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, അടുത്തതിൽ കിട്ടിയത് ചെറിയൊരു ടഫായ മൊഡ്യൂൾ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ടഫായ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയ ഒരു ടീം വർക്ക് എനിക്കിവിടെ കാണാൻ സാധിച്ചു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഓൾ ദ മാഡംസ്, എസ്പെഷ്യലി രമ്യ മാം, സുനിത മാം, അനഘ മാം, എല്ലാവരും വളരെ നന്ദി. താങ്ക് യു. ഓക്കെ, അപ്പൊ കണ്ടോ, അടുത്ത ആള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടില്ല, OET കുറെ വട്ടം എഴുതണം, OET അങ്ങനെയൊന്നും കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കണം ഒരുപാട് പേർക്കുള്ള ആൻസർ ആണ് എല്ലാ പ്രാവശ്യത്തെയും വിന്നേഴ്സ് മീറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ടൈം പാസ്സാവുന്ന സ്റ്റുഡൻസ് ആണ് നീതൂസില്, ശരിയല്ലേ? അതെ, അതിനൊരു കാരണം ഇതാണ്, നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായിട്ട് അതേപോലെ ഫോളോ ചെയ്ത് പോവാൻ അവരെ കൊണ്ട് സാധിക്കും. ഒരുപാട് സന്തോഷം. സോ വിൽ മൂവ് ഓൺ വിത്ത് ടോയ്സി തോമസ്. യെസ് ടോയ്സി. Yes, ma'am. യെസ് ടോയ്സി, ടെൽ മീ, ഹൗ ഡു യു ഫീൽ നൗ? എന്താ പറയണ്ടേന്ന് അറിഞ്ഞൂടെ, അത്ര ഹാപ്പിയാണ്. പക്ഷെ ഞാൻ ബിഗിനർ ആണ്, ഞാൻ ഫസ്റ്റ് ടൈം ആണ് അറ്റൻഡ് ചെയ്യണത്. OET എന്താന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ക്ലാസ് എസ്പെഷ്യലി ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. എവിടെയെങ്കിലും ഡ്രോപ്പ് ആവുമ്പോൾ ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്കത് വീണ്ടും പറ്റും നമ്മളെ കൊണ്ട് പറയുന്ന വിധത്തിൽ ഇങ്ങനെ ഉള്ളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ റിസൾട്ട് നോക്കുമ്പോഴും എല്ലാം B കണ്ടപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഇതെന്നാണോ B ആണോ ഇത്, അത് എനിക്ക് സംശയമായിരുന്നു റിസൾട്ട് നോക്കുമ്പോ പോലും. അത് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാ സാർമാരും പഠിപ്പിച്ചവരും എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ആദ്യം എന്താണെന്ന് പോലും എനിക്കൊരു പിടിയില്ലായിരുന്നു. 15 മിനിറ്റ് എങ്ങനെ 20 ക്വസ്റ്റ്യൻ തീർക്കും എന്നൊക്കെ എനിക്ക് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു.
പക്ഷെ വിനോദ് സാറിന്റെ ക്ലാസ് അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഒരു റീഡിങ്ങിന് ഒരു ഇൻട്രസ്റ്റ് വന്നത് സാർ ക്ലാസ് എടുക്കുമ്പോഴായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഫോർ യു, അതൊരു വലിയൊരു ടീം വർക്ക്. അത് നീതൂസിന് സ്പെഷ്യൽ താങ്ക്സ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ ഇതൊരു ടീം വർക്ക് ആണ്. എല്ലാവരും ഒരുപോലെ ഇതിനകത്ത് ഒരുമിച്ച് നിന്ന് പിടിക്കുമ്പോഴാണ് അതൊരു റിസൾട്ടിലോട്ട് എത്തുന്നത്, അല്ലെ? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. വിൽ മൂവ് ഓൺ വിത്ത് സ്വപ്ന. സ്വപ്ന അനീഷ്. സ്വപ്ന. ഗുഡ് ഈവനിങ് മാം. യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ശരിക്കും ഞാൻ 2021 മുതൽ OET-ക്ക് വേണ്ടിയിട്ട് നോക്കുന്നതായിരുന്നു. പക്ഷെ എനിക്കൊരു ധൈര്യം ഇല്ലായിരുന്നു OET പഠിക്കാനോ എഴുതാനോ. പഠിച്ചാൽ കിട്ടില്ല. ഒന്നാമത് മലയാളം മീഡിയത്തിൽ പഠിച്ചത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ധൈര്യം ഇല്ലായിരുന്നിട്ടും മാമിന്റെ ക്ലാസ്സിൽ കയറിയുള്ള മാമിന്റെ മോട്ടിവേഷനും ആ ഒരു ഇൻസ്പിറേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാനായിട്ട് തന്നെ തീരുമാനത്. ലാസ്റ്റ് മാം പറഞ്ഞു 2021 നിങ്ങൾ തുടങ്ങിയ ജേർണി നിങ്ങൾ ഈ വർഷം കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് മാമിന്റെ ഒറ്റ വാക്കിലാണ് ഞാൻ ഡേറ്റ് എടുത്തത്. മാമും മാമിന്റെ ടീമും ഇല്ലായിരുന്നെങ്കിൽ ഒരുപാട് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു സപ്പോർട്ടും മാമിന്റെ ടീമിന്റെ എൻകറേജ്മെന്റ് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പം ഈ വിന്നേഴ്സ് മീറ്റിൽ ഇവിടെ നിൽക്കാൻ പറ്റിയത്. ഒരുപാട് താങ്ക്സ്. ഒരുപാട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്ന എഫേർട്ടുകൾ അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലെ. ചിലപ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന റിസൾട്ട് ഡിലേഡ് ആയിരിക്കും, പക്ഷെ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഇറ്റ്. അതിനകത്ത് ഡൗട്ട് ഇല്ല. നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ടാണ്. അതിന്റെ ഒരു നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു പ്രൂഫായി ഇപ്പൊ സ്വപ്ന പറഞ്ഞ ഒരു കാര്യം. 2021 OET പ്രിപ്പറേഷൻ തുടങ്ങി. 2023 ഈ വർഷം നിങ്ങൾ ഫിനിഷ് ചെയ്യണം എന്ന ഒരു വാക്കിന്റെ പുറത്ത് ഡിസിഷൻ എടുത്തു. ഇന്ന് വിന്നേഴ്സ് മീറ്റിൽ വന്ന് ഇത്ര സന്തോഷത്തോടു കൂടെ സ്വപ്ന ഇരിക്കുക. യു ആർ സോ ബ്ലെസ്ഡ്. തീർച്ചയായിട്ടും മാമിന്റെ ഒരു വാക്കില്ലായിരുന്നു ആ സമയത്ത് എഴുതില്ലായിരുന്നു. എനിക്ക് കോൺഫിഡൻസ് ഞാൻ എഴുതിയാ കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. പക്ഷെ മാമിന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് ഞാൻ അന്ന് തന്നെ ഞാൻ ഡേറ്റ് എടുത്തു. അതായിരുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ ഡിസിഷൻ. മാമിന്റെ ആ ഒരു എൻകറേജ്മെന്റ്, മാമിന്റെ ടീമിന്റെ എസ്പെഷ്യലി എല്ലാ ടീച്ചേഴ്സും ഒരുപാട് സപ്പോർട്ടീവ്. നമ്മളൊരു ഇച്ചിരി ഒന്ന് പുറകോട്ട് പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ അതുപോലെ എൻകറേജ് ചെയ്ത് അത്രയും ചെയ്തില്ല. അതിന്റെ പുറത്താണ് ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റിയത്. ശരിക്കും ദൈവത്തിനും നീതുമാമിനും എല്ലാവർക്കും ശരിക്കും ദൈവത്തിന്റെ സ്ഥാനത്ത് ഇപ്പം നീതുമാം നിൽക്കുന്നത്. നീതുമാമിന്റെ എല്ലാ ടീംസും. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. സന്തോഷം, ഒത്തിരി സന്തോഷം അല്ലെ. ഇത്ര ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇനി ഈ ജേർണി മുന്നോട്ട് കൊണ്ടുപോവാൻ ഇതിനേക്കാളും വലിയ എനർജി എവിടുന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് എവിടുന്നും കിട്ടാനില്ല. ആസ് എ ടീച്ചർ ഐ എം ഇമ്മൻസ്ലി ബ്ലെസ്ഡ്. ഓക്കെ, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം സ്വപ്ന. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. വി വിൽ കം ടു ശിവപ്രിയ. ശിവ. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പിടിക്കുന്ന ഒരാളാ, എനിക്ക് അതുകൊണ്ട് ആ പേര് അങ്ങനെ അറിയാം. ശിവ പറഞ്ഞേ. മാം ഞാൻ ഓർത്ത് മാം എന്നെ മിസ് ചെയ്തു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാം first of all, thank you so much. You have built such a good team. A dedicated team എന്ന് ഞാൻ പറയാം. That is the best word to tell. And this is my first attempt and I'm happy that I was able to do it. Because of all and she the got teachers. 450 in reading. She got A in reading. Tribute to all the teachers. ഞാൻ പറയാം, എസ്പെഷ്യലി റീഡിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ മൈ ഫ്രണ്ട്സ് വെർ ആസ്കിങ് മീ, എന്താ നിനക്ക് എക്സാമിന്റെ നൈറ്റ് ബിഫോർ വല്ല പേപ്പർ എന്തെങ്കിലും കിട്ടിയായിരുന്നോ? യു ഹാഡ് സ്കോർസ്. ഞാൻ പറഞ്ഞു നോ, ഇറ്റ്സ് ഓൾ ഡെഡിക്കേറ്റഡ് ടു മൈ ടീച്ചേഴ്സ്. അവരുടെ എഫേർട്ടാണ്. ഐ ഹാഡ് ഡൺ ഇറ്റ്. പക്ഷെ അവരുടെ ഒരു പുഷ് ഇല്ലെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ. എസ്പെഷ്യലി വിനോദ് സാറിന്റെ ഒരു എന്താ പറയണ, എനിക്ക് ശരിക്കും ഒരു ഫിയർ ആയിരുന്നു സാറിന്റെ ക്ലാസ്സിൽ കയറുമ്പോ. മെറ്റീരിയൽ മാത്രമല്ല, ഈ യൂസ് ടു ആസ്ക് ഇന്ന് എന്ത് വായിച്ചു, മീൻസ് വാട്ട് യു ഹാവ് റെഡ്, അങ്ങനെ ചോദിക്കുമ്പോ നെക്സ്റ്റ് ഡേ എനിക്ക് ഐ ഹാവ് ടു റീഡ് അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും ഇന്ന് വായിച്ചിട്ട് പോകണം. അങ്ങനെയാണ് റീഡിങ്ങിന്റെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആൻഡ് ഈ of 10 minutes for part A, even though 15 minutes ഉണ്ടെങ്കിലും you have to finish with 10 minutes. അതൊരു really it was very helpful. അങ്ങനെ I was able to do it. Special thanks to Vinod sir. പിന്നെ പിങ്കി മാം, നൈറ്റ് ക്ലാസ്സസ്
റിയലി ഡോ എന്താ പറയണേ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വി വെർ ടയേർഡ് സ്ലീപ്പി ആണെങ്കിലും മാമിന്റെ വോയിസ് കേൾക്കുമ്പോൾ ഇറ്റ് വാസ് റിയലി എന്താ പറയുന്നത്, ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു അത്, പിങ്കി മാമിന്റെ ക്ലാസ്. യൂഷ്വലി എനിക്ക് ലിസണിങ്ങിൽ സ്പെല്ലിങ്സ് ആയിരുന്നു വെരി ഡിഫിക്കൾട്ട്. ഇത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഹെൽപ് മീ എ ലോട്ട്. താങ്ക് യു സോ മച്ച് മാം. ആൻഡ് നീതു മാം, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. There are a lot of people who are grateful to you. ഇവരെല്ലാരും എന്താ പറയണ മാമിന് കടപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് ശിവ. ഒത്തിരി കാര്യങ്ങൾ ശിവ പറഞ്ഞു അല്ലെ, ഇടയ്ക്ക് ശിവ പറഞ്ഞു എനിക്ക് കരച്ചിൽ വരുന്നു. ശരി, എനിക്ക് I was waiting for the opportunity, ma'am. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ വലിയ വലിയ ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലെ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. യെസ് ശിവ, ഗോഡ് ബ്ലെസ് യു. വിൽ കം ടു മുഹമ്മദ്. ഹായ് മുഹമ്മദ്. യെസ് മുഹമ്മദ്. Ma'am, good evening, ma'am. Good evening. Actually, I have no words to say seriously. Actually, I want to tell that your words in the writing depiction, the last words, it's the only motivation which I took for both of my exams, ma'am. So it helped me a lot, and I am very proud of you. Proud of being a Neetu's family now. Thank you, ma'am. Thank you, Neetu's family. Okay, Muhammad. Thank you so much. God bless you. Hey, Sonia. Good evening. Good evening. Ma'am, actually ഞാൻ പിന്നെ ഓൾറെഡി ഐലൻഡ് സ്കോർ കിട്ടി നിൽക്കുമായിരുന്നു. 1 year before. Okay, അപ്പം ഞാനാണെങ്കിൽ ആകെ ടെൻഷനിലായിരുന്നു. എനിക്ക് ഒരു വർഷമായിട്ട് പ്രോസസ്സിംഗ് ഒന്നും സെറ്റ് ആവുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് റീഡിംഗ് ആണ് എപ്പോഴും പൊക്കോണ്ടിരുന്നത്. റീഡിങ് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് എഴുതിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ റീഡിങ് മാത്രമാണ് പിന്നെ ക്രാഷ് കോഴ്സ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് എനിക്ക് റീഡിങ് എനിക്ക് ബി കിട്ടി. എനിക്ക് അറിയില്ല, ഇത്രയും നാള് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് റീഡിങ്ങിന് ബി കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ 20 ദിവസത്തെ ക്ലാസ് മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. അതെ. അതും റീഡിങ് മാത്രം. എനിക്ക് അത് തന്നെ ഫോക്കസ് ചെയ്ത് കിട്ടാൻ പറ്റി. താങ്ക് യു മാം. ഒത്തിരി സന്തോഷം സോളിയ. Okay, we will move on with Swarupa. Yes, Swarupa. Yeah, good evening, ma'am. Good evening. Yes, ma'am. Really, it is a very happy and proud moment for me, actually. So first, I would like to express my deepest gratitude to all my mentors, mainly Miss Chandni ma'am and Vandana ma'am, and for the guidance and even the support also. And during these 2 weeks of crash course, really in that 2 weeks, 1 week I was hospitalized actually with high grade fever, chills, and body pains, headache, everything. Really, that was very difficult situation for me. I could not able to read anything really for that 1 week. But I got a good support from my mentors, as well as I would like to thank one more person and who deserves my gratitude, mainly Ashwati ma'am. Really, her support and her guidance means a lot to me, really. She supported me a lot, and daily she used to call me and she used to ask me about my health, and also she used to tell me everything, what are the classes are going on, and every time she will ask me whether do you want any support, or do you want to talk to any madam, or do you want any help from us, like that. Daily she used to ask me. Really, her support means a lot to me, really, and I'm very thankful to Ashwati madam and also Chandni madam also. Really, she understood my situation, and for writing corrections also she helped me very lot, ma'am. So I'm very thankful to all of you. And mainly for the Neetu's Academy also, I'm very grateful, ma'am. Thank you so much. And you are blessed with a good team, ma'am, really. The team was very good. And even Vinod sir also attended for 2 sessions of Vinod sir. That was very good, ma'am. I'm very thankful to all of you. Thank you so much, ma'am. Thank you so much, Swarupa. Thank you so much. Thank you. Yes, Lakshmi T. Shivan. Yes, Lakshmi. Good evening, ma'am. Good evening. റിയലി ഹാപ്പിയാണ്. എൻ്റെ ഇത് 7th അറ്റംപ്റ്റ് ആണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ പഠിച്ചു. എനിക്ക് മോർ ദാൻ 2 to 3 years ആയിട്ട് ഞാൻ ഈ OET പുറകെ ആയിരുന്നു. എനിക്ക് മെയിൻ ആയിട്ടുള്ളത് ലിസണിങ് ആയിരുന്നു. ഇതുവരെ എനിക്ക് ലാസ്റ്റ് ടൈം ഈ 6 times എഴുതിയിട്ടും ലിസണിങ്ങിൽ എനിക്ക് ഒരു 320, 300 അല്ലാതെ മുന്നോട്ട് പോയിട്ടേ ഇല്ല. ബട്ട് ഇപ്പോ റീസെന്റ് എഴുതിയ എക്സാമില്
ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് ഏറ്റവും സ്കോർ കൂടുതൽ കിട്ടിയത് ലിസണിങ്ങിനാണ്. ശരിക്കും നീതൂസില് ജോയിൻ ചെയ്തത് എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡെസിഷൻ ആയിട്ട് തന്നെയാണ് ഞാനത് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് നീതു മാമിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ശരിക്കും ഒരു പോസിറ്റീവ്നെസ് ആണ് ആ ഒരു സെഷൻ എനിക്ക് അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടിയത്. ശരിക്കും ആ ഒരു തിങ്സ് മാം അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് മുന്നോട്ടുള്ള ജേണിയിലും ഇന്ന് ഈ റിസൾട്ട്, ഒരു പോസിറ്റീവ് റിസൾട്ട് എന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആവാനായിട്ട് നടന്നത് തന്നെ. ശരിക്കും ഞാൻ നീതു മാമിന് ശരിക്കും താങ്ക്ഫുൾ ആണ്. അതുപോലെ മാമിന്റെ ടീം റിയലി ഗ്രേറ്റ്ഫുൾ ആണ്. എല്ലാവരും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടുണ്ട്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ബട്ട് അവരെല്ലാം ജസ്റ്റ് നെയിം സേക്കിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ബട്ട് വൺസ് ഐ ജോയിൻഡ് ഹിയർ റിയലി ദ റിസൾട്ട് ഈസ് എക്സലന്റ്. പഠിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുക, ലൈവ് ക്ലാസ്സസ് കൊണ്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്താ ലക്ഷ്മിക്ക് തോന്നിയത്? ഓൺലൈൻ ക്ലാസ്സിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ അവര് ഇപ്പൊ ചിലപ്പോ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. അപ്പൊ അങ്ങനെ പല ലാക്കിങ് വരുന്നുണ്ട്. അപ്പൊ ഓൾവേസ് നമ്മൾ ഡ്യൂട്ടിയിലെ ടയേർഡാണ്, പിന്നെ ഫാമിലി ഉണ്ട് എന്റെ ഒപ്പം. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ ചില ലേസിനെസ് അല്ലെങ്കിൽ ചിലപ്പോ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോ പക്ഷേ മാമിന്റെ വൺസ് ജോയിൻ ഹിയർ യെസ് ഇതൊക്കെ ഒരു സൈഡ് വൈസിലേക്ക് മാറ്റി സ്റ്റഡി ഇത് മാത്രമായിരുന്നു മെയിൻ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് കൂടാതെ മാമിന്റെ ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ മാം തന്നെ പറഞ്ഞു നമ്മൾ സെൽഫായിട്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. ശരിക്കും അതൊരു പോസിറ്റീവ് ഇതാണ് എനിക്ക് തന്നത്. ഞാൻ ബിഫോർ ഓക്കെ ഫാമിലി പിന്നെ ജോലി അങ്ങനെ പല കാര്യങ്ങളും ഞാനിങ്ങനെ മാറ്റി കൊണ്ടുപോവായിരുന്നു. ഈവൻ OETയും അത് തേർഡ് ആയിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ബട്ട് വൺസ് ഐ ജോയിൻ ഇൻ നീതൂസ് അക്കാദമി ഫസ്റ്റ് പ്രയോറിറ്റി OET എക്സാം ആയിരുന്നു. ശരിക്കും അത് റിയലി താങ്ക്ഫുൾ ആണ്. ഒത്തിരി സന്തോഷം. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നീതൂസിൽ വന്ന OET കിട്ടുക എന്നല്ല, നമ്മളെ ലൈഫിനെ കാണുന്ന നമ്മുടെ ടോട്ടൽ പെർസ്പെക്റ്റീവ് തന്നെ മാറണം അല്ലെ. നമ്മൾ പറയുന്ന വ്യക്തിയുടെ ഒരു മോൾഡിംഗ് ആയി ഇവിടെ നടക്കുന്നത്. ഒത്തിരി സന്തോഷം ലക്ഷ്മി കേട്ടോ, ഒരുപാട് സന്തോഷം. ഓക്കെ, വിൽ മൂവ് ഓൺ വിത്ത് ലിബിയ. യെസ് ലിബിയ, ടെൽ മി ലിബിയ. യെസ് മാം. യെസ്, ഞാൻ സൗദിയിലാണ് ജോലി ചെയ്തത്. ഓക്കെ. പക്ഷേ അവിടെ എന്താ ഇതില്ലായിരുന്നോണ്ട് നാട്ടിലോട്ടും വരുമായിരുന്നു. അതുകൊണ്ട് പിന്നെ December 16th ഡേറ്റ് എടുത്തു, നാട്ടില് ഡേറ്റ് എടുത്തു. അപ്പൊ എല്ലാരും പറഞ്ഞു നാട്ടിൽ ഭയങ്കര പാടായിരിക്കും, വിജയം അത്ര ഇല്ല, കഴിയുന്നത് സൗദിയിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ഒരുപാട് സന്തോഷം ലിബിയ. അപ്പൊ നാട്ടിൽ എഴുതിയാ കിട്ടില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലായില്ലേ? അതെ, എവിടെ എഴുതിയാലും കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസിൽ, കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ കോൺഫിഡന്റ് ആയിട്ട് പോയി എഴുതിയ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരുപാട് പേരുണ്ട് നാട്ടിൽ എക്സാം എഴുതി റിസൾട്ട് മേടിക്കുന്നവരല്ലേ. ഓരോ പ്രാവശ്യം ഇപ്പൊ നീതൂസിലെ വിന്നേഴ്സ് മീറ്റ് വരുമ്പോൾ നിങ്ങൾ എവിടെ എഴുതിയെന്ന് ചോദിച്ചാൽ ഈ ഒരു കൺഫ്യൂഷൻ മാറും. കാര്യം എല്ലായിടത്തും എഴുതുന്നവർക്ക് റിസൾട്ട് ഉണ്ട്. അങ്ങനെയൊക്കെ വെറുതെ നമ്മൾ പറയണതാണ്. നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് ചിഞ്ചു എലിസബത്ത് ജോയ്. ഹായ് ചിഞ്ചു. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. മാം, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, അതാണ് എന്റെ അവസ്ഥ. എനിക്ക് തന്നെയാണ് ഈ സ്കോർ കിട്ടിയത്. പിന്നെ മാം, ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. സെക്കൻഡ് അക്കാഡമിയോട്, മാമിനോടും മാമിന്റെ ഫുൾ ടീമിനോടും നന്ദി പറയുന്നു. ഒത്തിരി താങ്ക്സ് മാം. മാമിന്റെ ഒരു പോസിറ്റീവ് എനർജി പറയാതിരിക്കാൻ വയ്യ. അത്രയും പോസിറ്റിവിറ്റി ഞാൻ എന്റെ ജീവിതത്തിൽ ആരുടെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല. പിന്നെ മാമിന്റെ അക്കാഡമിയിലെ എല്ലാ ടീച്ചേഴ്സും, മാം എങ്ങനെ പേരെടുത്ത് പറയണമെന്ന് അറിയത്തില്ല, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല മാം. ഞാൻ ഓർത്ത് കിട്ടത്തില്ലെന്നാണ്. പക്ഷേ എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ മാം. എൻ്റെ എല്ലാ ട്രെയിനേഴ്സിനും ഒത്തിരി നന്ദി. അവരുടെ ഗൈഡൻസ്, അവരുടെ സപ്പോർട്ട് ഒത്തിരി പുഷ് ചെയ്യായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ പുറകെ നടന്ന് നമ്മളെ നന്നായിട്ട് അവര് പുഷ് ചെയ്ത് നമ്മൾ ഇച്ചിരി മടി വിചാരിച്ചാലും ഭയങ്കര സപ്പോർട്ടും. എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വന്നായിരുന്നു. ഇടയ്ക്ക് എന്റെ ഫോൺ ഡെഡ് ആയി പോയായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമായിട്ട് പഠിച്ചതാണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എന്റെ. മാം, ഞാൻ വേറൊരു അക്കാഡമിയിലും പഠിച്ചിട്ടില്ല. ഞാൻ OET ആദ്യമായിട്ടാണ് എഴുതുന്നത്. നീതൂസിൽ തന്നെ പഠിച്ച്. ഒത്തിരി സന്തോഷം മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം ചിഞ്ചു. കണ്ടോ, എഗൈൻ ആദ്യമായിട്ട് എഴുതുക അല്ലെ. അതായത് ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യമായിട്ട് എഴുതുന്നവർക്ക് കിട്ടും. ഓരോ വിന്നേഴ്സ് മീറ്റ് കഴിയുമ്പോഴും അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഉറക്കെ പറയും അല്ലെ. ഓക്കെ, വി വിൽ കം ടു സാമിനി കെ ശശി.
Yes, Shamini. മാം. Tell me, സോറി Shamini. ഓക്കെ മാം. ഞാൻ ആക്ച്വലി വെയിറ്റിംഗ് ആയിരുന്നു ഞാൻ പറയാനായിട്ട്. എനിക്ക് Okay. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് മാം. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് OET. Again, ഞാൻ first IELTS attempt. Yes. ഞാൻ IELTS ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റീഡിങ് എനിക്ക് ഒരിക്കലും പറ്റണുണ്ടായില്ല. ഞാൻ സത്യം പറഞ്ഞാൽ 1-2 സ്ഥലത്ത് ഞാൻ ട്രെയിനിങ് എടുത്തു. പക്ഷെ ഞാൻ ഒരിക്കലും കോൺഫിഡന്റ് ആയിരുന്നില്ല എഴുതാൻ. ഞാനും 2020 തൊട്ട് OET ട്രെയിനിങ് എടുക്കും, ഞാൻ കോൺഫിഡന്റ് അല്ല, ഞാൻ എഴുതില്ല. Okay. അങ്ങനെ പിന്നെ എന്റെ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എവിടെയാ പഠിക്കുന്നതെന്ന്. അപ്പൊ എനിക്ക് ഫാമിലി ഉണ്ട്, കുഞ്ഞുണ്ട്. അപ്പൊ ഞാൻ കേട്ടു ഇങ്ങനെ ക്ലാസ്സിന്റെ ഷെഡ്യൂളൊക്കെ കേട്ട് കഴിഞ്ഞപ്പം 3 month ക്ലാസ്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ വേണ്ട, എനിക്ക് പറ്റില്ല എന്ന്. പിന്നെ ഞാൻ ഓർത്തു ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരിടത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. ഒറ്റ ക്ലാസ് ഞാൻ മിസ് ചെയ്തിട്ടില്ല. മാക്സിമം ഞാൻ എത്ര ടയേർഡ് ആയാലും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. പിന്നെ മാഡംസ് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഇൻ കേസ് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് എന്തെങ്കിലും എക്സ്ട്രാ വർക്കും ഉണ്ട്, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും സ്കിപ്പ് ആകാൻ നോക്കിയാലും നമുക്ക് റൈറ്റിംഗ് സ്പീക്കിംഗ് കറക്ഷൻ തരുന്നവർ, ഞാൻ സത്യം പറയുക, ഇവിടെ ഞാൻ ദുബായിലാണ്, ഇവിടുത്തെ ടൈം മോർണിംഗ് 3 o'clock വരെ എനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. 3 o'clock മോർണിംഗിന് വരെ ക്ലാസ്. എന്നോട് പറഞ്ഞു മോർണിംഗ് ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് നമുക്ക് പാസ്സാവണ്ടേ, എക്സാം പാസ്സാവണ്ടേ, ഞങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് അത്ര രാവിലെ വരെ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു സ്പീക്കിംഗ് ഒന്നും നീ അത്രയും കഷ്ടപ്പെടണ്ട, ജസ്റ്റ് പാസ് ആകും എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒട്ടും ഓവർ കോൺഫിഡന്റ് ആയില്ല. പിന്നെ എനിക്ക് ക്ലാസ്സുകൾ കണ്ടപ്പോൾ എനിക്ക് അത് സ്ട്രക്ചർ ചെയ്തേക്കുന്ന രീതി ഭയങ്കര ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് തരും. നമ്മൾ ഒട്ടും ഓവർ കോൺഫിഡന്റ് ആകും. കാരണം കുറച്ച് മാർക്ക് നമുക്ക് നല്ലോണം കിട്ടാൻ തുടങ്ങിയാൽ നല്ലോണം മീൻസ് നമ്മൾ ഓവർ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ക്ലാസ് കുറച്ച് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അതുകൊണ്ട് നമ്മളെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് ഡിപ്രഷൻ വരാൻ തുടങ്ങുമ്പോഴത്തേനും ഒരു നല്ല മെറ്റീരിയൽ കിട്ടും. അത് അപ്പൊ എനിക്ക് തോന്നി കൊള്ളാലോ, ഇത് ഭയങ്കര ഐഡിയ ആണ് നമ്മളെ അങ്ങനെ. അപ്പൊ ഓക്കെ എനിക്കിത് പറ്റില്ല, അയ്യോ എനിക്കിത് ഒട്ടും പറ്റുന്നില്ല എന്ന് കാണുമ്പോഴത്തേനും ഒരു നല്ല മെറ്റീരിയൽ കിട്ടും. അത് ഭയങ്കര ഭയങ്കര വെൽ സ്ട്രക്ചർഡ്. എനിക്ക് തോന്നുന്നു മാം ബേസിക്കലി നേഴ്സ് ആയതുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു കഴിവ്, നമ്മുടെ ഒരു ഏരിയ, നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് വരെ തിങ്ക് ചെയ്ത് അത് സ്ട്രക്ചർ ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ടീം മാഡം എങ്ങനെ സെലക്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. എല്ലാ മാംസും ഇത്ര പൊളൈറ്റ് ആയിട്ട് എത്ര സ്നേഹമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ എല്ലാവരും ഒരുപോലെയാണ് പെരുമാറുന്നതും ചെയ്തു തരുന്നതും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു, എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഞാൻ ജയിക്കുവോ തോക്കുവോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, പക്ഷെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഞാൻ റെഫർ ചെയ്യുള്ളൂ. കാരണം അത്ര വെൽ സ്ട്രക്ചേർഡ് ആണ്. വളരെ നല്ല കോച്ചിങ് ആയിരുന്നു. സോ ബ്രില്യന്റ് ആണ് മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അതിനകത്ത് ഒരു കാര്യം ഞാൻ അത് സെൻസ് ചെയ്തു ഷാമിനി പറഞ്ഞത്. ഞാനൊരു നഴ്സാണ്, നഴ്സസിനെ എനിക്ക് തൊട്ടറിയാൻ പറ്റും, അതിലൊരു ഡൗട്ടും വേണ്ട. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം ഷാമിനി. നമ്മൾ ചെയ്യുന്ന ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും അത്രമാത്രം ഇന്റൻസ് ആയിട്ട് നിങ്ങളിലോട് അത് എത്തുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും ഒരു കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും എന്നെ തന്നെ നിങ്ങളുടെ പ്ലേസിൽ ഒന്ന് പ്ലേസ് ചെയ്യാറുണ്ട്. എനിക്കത് പോസിബിൾ ആണ്. കാരണം 14-15 മണിക്കൂർ വരെ കണ്ടിന്യൂസ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാനൊരു അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിൽ ഇരുന്ന ആളാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരാൾ അത്രയും ലോങ് അവേഴ്സ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ എന്തെല്ലാം സ്ട്രെസ്സിൽ കൂടെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മളിൽ വരുന്നത് എനിക്കത് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. അല്ലെ? ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. യെസ് മനീഷ. മനീഷ കുറെ നേരമായിട്ട് വിചാരിക്കും എന്നെ വിളിക്കണില്ലല്ലോ. യെസ് മാം. യെസ് മനീഷ പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു മാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഗുഡ്. യെസ്. കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് സൗദിയിൽ ഡ്യൂട്ടി ചെയ്യുകയാണ്. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ എക്സാമും മോക്ക് എക്സാമും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ. കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇത്രയും ടഫായിട്ടുള്ള മെറ്റീരിയൽസും ഇത്രയും മോക്ക് എക്സാംസും ഒക്കെ പ്രാക്ടീസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാം. തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട് മാം. ഒരുപാട് സന്തോഷം മനീഷ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയെന്നും ഷുവറായിട്ടും വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം മനീഷ. ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോഴും കറക്റ്റ് ആയിട്ട് അല്ലെ, കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റി. ആൻഡ് ഫൈനലി യു ക്രാക്ട് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, we will come to Dilna. Dilna Sunny. Yes Dilna. ഹലോ മാം, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നപ്പോഴും അവരെനിക്ക് റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിന്റെ
അത്ര അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് കറക്ഷൻ തന്നില്ല. പിന്നെ എനിക്ക് പെട്ടെന്ന് നീതൂസിന്റെ എക്സാം പ്രിപ്പറേറ്ററി ബാച്ച് ഓർമ്മ വന്നു. പിന്നെ ഞാൻ അനിൽ സാറിന് മെസ്സേജ് അയച്ചു. പിന്നെ സാറ് ആഡ് ചെയ്തേക്കാന്ന് പറഞ്ഞു. പിന്നെ ആഡ് ചെയ്തു. അങ്ങനെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഒക്കെ നല്ല മാഡംസ് ആയിരുന്നു. അവർ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ വിനീത് സാറിന്റെ റീഡിങ്ങിന്റെ പാട്ട് എപ്പോഴും ഫേസ്ബുക്കിൽ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് കണ്ടിന്യൂസ് പാട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം എഴുതി എനിക്ക് എല്ലാത്തിനും ബി കിട്ടി. അങ്ങനെ ഞാൻ പാസ്സായി. വളരെ സന്തോഷമുണ്ട്. ഇവിടുന്ന് കിട്ടിയ നീതൂസ് അക്കാദമിന്ന് കിട്ടിയ ബേസിക് വെച്ചാണ് ഞാൻ പാസ്സായിരിക്കുന്നത്. അല്ലാതെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒന്നും കഴിവുകൊണ്ടല്ല. താങ്ക് യു ആൻഡ് ദൈവത്തിനോട് ഒത്തിരി നന്ദി. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം ദിൽന, ഒത്തിരി ഒത്തിരി സന്തോഷം. ഇത്രയും തിരക്കിനിടയിൽ നിങ്ങൾ വന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ദറ്റ് ഇസ് റിയലി എ ഗ്രേറ്റ് തിങ്. ഓക്കെ, ഒത്തിരി സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം. വെൽക്കം ടു വന്ദന. യെസ് വന്ദന. ഹായ് മാം. ഹായ് വന്ദന. ടെൽ മീ വന്ദന, എന്താണ് ഇവിടുത്തെ പ്രത്യേകത? How do you feel now? Are you excited? This is my first attempt, ma'am. I got B in all. Yeah, first attempt ആണ്. You got B in all modules and listening she scored 400. Anna? Yes, That's ma'am. great. Yes. And I don't know, when I see the score, I cannot imagine my hands and all shaking. It's my score or what like that. But I got 3 months. I take 3 months course. All the 3 months, it was very tough. Sometimes I will think in the introductory batch and all, I think, okay, I cannot do this. I will leave the course. Anyway, I cannot do this like this, I will think. Then all the administration, admins, everyone will message. Sometimes if I see their message, I was okay, I can do. I never miss anything. Because of all the staffs and you, ma'am, this hard work also, I get first attempt, I get all B score. I was so happy. Okay, so great. So happy and so excited. Okay, we will come to, God bless you. We will come to Dhanya. Dhanya, yes Dhanya, unmute your audio. മാം, എനിക്ക് അയർലി സ്കോർ ആണ് കിട്ടിയേക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്. എനിക്ക് ഭയങ്കര മടിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഒരു ക്ലാസ് പോലും മിസ് ചെയ്തിട്ടില്ല. ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് കിട്ടൂല എന്നുള്ള ഒരു കാരണം ഞാൻ എഴുതാതെ ഇരിക്കുമായിരുന്നു. ശരിക്കും പ്രയറിന്റെ ശക്തി കൊണ്ടാണ് കൂടുതൽ ഇത് കിട്ടിയത്. പിന്നെ വിനോദ് സാറ്, പ്രിയ മാം, നീതു ഫ്രാൻസിസ് മാം, അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടും ഇതും എല്ലാം ഉണ്ട് മാം. ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ഭയങ്കര മറ്റുള്ളവർക്ക് കിട്ടിയില്ല, ചിലർക്ക് കിട്ടിയില്ല, ഇത്രയും കിട്ടുന്നവർക്ക് കിട്ടിയില്ല എന്നുള്ള ഇത് കാരണം എഴുതാൻ ഭയങ്കര ടെൻഷനും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അവരുടെ സപ്പോർട്ട് കൊണ്ടും പ്രാർത്ഥന കൊണ്ട് കിട്ടി. അത് ഭയങ്കര സന്തോഷമുണ്ടോ. ഒത്തിരി സന്തോഷം തന്നെയാ. ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ അല്ലെ, ഇറ്റ് ഇസ് എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇന്നും ഞാൻ പറയാം, ഇറ്റ് ഇസ് എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിലൊരു മാറ്റവും ഇല്ല. ഒരുപാട് സന്തോഷം തന്നെയാ. വി വിൽ കം ടു നിമ്മി. നിമ്മി പി എൽദോ. യെസ് നിമ്മി, ഒത്തിരി നേരമായി നിമ്മി നോക്കിയിരിക്കണം. യെസ് നിമ്മി, ടെൽ മീ നിമ്മി. യെസ് മാം, എന്റെ ഫിഫ്ത്ത് അറ്റംപ്റ്റ് ആയിരുന്നു മാം. എത്ര കേട്ടില്ല? ഫിഫ്ത്ത് ആയിരുന്നു. ഫിഫ്ത്ത് അറ്റംപ്റ്റ് ആയിരുന്നു. യെസ് നിമ്മി പറഞ്ഞോ. ഞാൻ ഏകദേശം 3 ഇൻസ്റ്റിറ്റ്യൂട്ട് മാറി പഠിച്ചിട്ടാണ്. പക്ഷെ ഫസ്റ്റ് തൊട്ട് എനിക്ക് കുറെ പേര് റെക്കമെൻഡ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു നീതൂസ്. പക്ഷെ അതിന്റെ ഷെഡ്യൂളൊക്കെ വെച്ചപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം OET വിടുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ നീതൂസിൽ വന്ന് ജോയിൻ ചെയ്തത്. നീതൂസിൽ വന്ന് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്താണെന്ന് ഉദ്ദേശിച്ച ഗൈഡൻസ് എന്തായിരുന്നു അത് എനിക്ക് കിട്ടിയത് നീതൂസിൽ നിന്നായിരുന്നു. കാരണം ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും റീഡിങ്ങും ലിസണിങ്ങും നമുക്ക് തന്നിട്ട് ജസ്റ്റ് അവര് മാർക്സ് മാത്രമാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന രീതി, അത് ചിലപ്പോൾ 1-2 ക്ലാസ് അവർ പറഞ്ഞു തരുമായിരിക്കും. പിന്നീട് നമുക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുന്നേ ഇല്ല. പക്ഷെ വിനോദ് സാറിന്റെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് ഈച്ച് ആൻഡ് എവരി ഓരോ ലൈനിലും നമ്മൾ അത് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് സാറ് നമ്മളെ ചോദിച്ച്, അത് നമ്മൾ കണ്ടുപിടിച്ച രീതി തെറ്റാണെങ്കിൽ സാർ അത് ശരിയായ രീതിയിലേക്ക് നമ്മളുടെ ചിന്ത ആ വഴിയിലേക്ക് ചെയ്തു വിടും. അല്ലാതെ സാറ് പറഞ്ഞു തരുമല്ല അതിങ്ങനെയാ കിട്ടിയെന്ന്. അതേപോലെ തന്നെ എല്ലാം ലിസണിങ് ആയാലും എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മളെ കൊണ്ടാണ് അവര് കണ്ടുപിടിപ്പിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് അവരുടെ പണി തീർത്ത് പോകുന്ന പോലെ അവര് നമുക്ക് പെട്ടെന്ന് ആൻസർ പറഞ്ഞെന്ന് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ അവര് നമ്മൾ
എലിജിബിൾ ആക്കാണ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാൻ എന്റെ 5 അറ്റംപ്റ്റ്സിൽ എനിക്ക് കിട്ടാതിരുന്നത് ലിസണിങ് ആയിരുന്നു. അപ്പൊ ലിസണിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ കണ്ടിട്ടുള്ളത് നീതൂസ് ആണ്, റീഡിങ് ആൻഡ് ലിസണിങ്. അതെനിക്ക് ഭയങ്കര സന്തോഷായി. അപ്പൊ എനിക്ക് നീതൂസിൽ പഠിച്ചിട്ട് ആ ഒരു, എല്ലാരും പറഞ്ഞ പോലെ ആ ഒരു നീതൂസ് എന്നുള്ള പേരിന്റെ കൂടെ നമ്മുടെ ഒരു ഫോട്ടോ വരിക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി തോന്നിയൊരു മൊമെന്റ് ആയിരുന്നു, ആ ഒരു നീതൂസിന്റെ കൂടെ നമ്മുടെ ഫോട്ടോ വരിക എന്നുള്ളത്. ശരിക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം കുറെ നാളായി കഷ്ടപ്പെട്ട് കിട്ടില്ല. എന്നെ കൊണ്ട് ലിസണിങ് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഡ്രോപ്പ് ചെയ്യണതിന്റെ ഒരു ലാസ്റ്റ് ഹോപ്പായിട്ടാണ് നീതൂസി വന്നത്. പക്ഷെ അതൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്റെ ചേച്ചിയും നീതൂസി തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ തന്നെയാണ് ചേച്ചിയോട് പറഞ്ഞത് വേറെ എവിടെയും പോവണ്ട, നീതൂസി എടുത്താ മതിയെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ അത്രയും എന്താ പറയാ, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു മേഡം നീതൂസ്. ഇനി ആരും എന്നോട് ചോദിച്ചാലും ഞാൻ റീഡിങ് ആൻഡ് ലിസണിങ് ആണ് നിങ്ങളുടെ പ്രശ്നം, നേരെ നീതൂസിലോട്ട് പൊക്കോന്ന് മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ നിമ്മി പറഞ്ഞല്ലോ നിമ്മി ഒരുപാട് സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. നിമ്മി ആ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നീതൂസിന്റെ ഗ്രാമർ ക്ലാസ്സസിന്റെ പ്രത്യേകതകൾ എന്താ? ഒരുപാട് പേര് ഗ്രാമർ എന്ന് പറയുമ്പോൾ എപ്പോഴും നീതൂസ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കുറെ അല്ലെ, എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് ഗ്രാമർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രാമറിൽ ലൈവായിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്നതിന്റെ ഒരു പ്രത്യേകത എന്താ? അപ്പൊ നിമ്മിക്ക് അത് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലെ? അതെ, എന്താണ് ഗ്രാമർ ക്ലാസ്സസിന്റെ ഒരു ഹൈലൈറ്റ്? ഫസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സണ്ണി സാറ് തന്നെയാണ്. പിന്നെ എനിക്ക് ഗ്രാമറിൽ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഓരോരോ ചെറിയ സാറിന്റെ ഒരു ചെറിയ ഓരോ സംഭവങ്ങൾ എന്നും ഇടുന്നത്, നമുക്കത് ആൻസർ ചെയ്യുമ്പം എപ്പോഴെങ്കിലും നമ്മളത് കിട്ടാതിരുന്ന് പോകുമ്പോൾ നമുക്ക് സാറിന്റെ ആ ഒരു ലൈനുള്ള ആ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഓർമ്മ വരും. ഇവിടെ ഇതാണ് വരേണ്ടത് സാർ, അന്ന് നമുക്ക് അന്ന് തന്ന ഒരു ഇതിൽ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പലപ്പോഴും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ സാറ് നമ്മളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി അത് മനസ്സിലാക്കി നമ്മളോട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് സാറ് സംസാരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക. ഒത്തിരി നേരം ക്ലാസ് എടുക്കാതെ ഇടയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് ബോറാക്കാതെ അങ്ങനെയൊക്കെയാണ് സാറ് ക്ലാസ് എടുക്കുക. സോ നമ്മള് പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ ഒക്കെ തന്ന് അങ്ങ് പഠിപ്പിച്ചു പോകുന്നതുകൊണ്ട് നമുക്കൊരു അങ്ങനെ ഒരു വലിയ ബോറായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഇങ്ങനെ കുറെ കുഞ്ഞു ടിപ്സുകൾ, ഇങ്ങനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുകൾ, അങ്ങനെയൊക്കെ ഒരു ബോറനായിട്ടുള്ള ഒരു ഗ്രാമർ ക്ലാസ്സിനേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. Okay, good. Thank you, Nimmi. We will come to Priya. പ്രിയനെ മുമ്പേ വിളിച്ചിട്ട് കിട്ടിയില്ല. Yes, Priya, unmute your audio. മാം, ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് അയർലൻഡ് സ്കോർ ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഏറ്റവും പ്രധാനം മാമിന്റെ മോട്ടിവേഷൻ ആണ്. ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് ഞാൻ ആദ്യമേ ജൂണിലാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ ക്ലാസ് എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ക്ലാസ് തീരുന്നതിന്റെ അന്ന് മാമിന്റെ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോൾ മാം പറഞ്ഞു, നിങ്ങൾ പുതിയൊരു വർഷം തുടങ്ങുന്നതിന് മുമ്പ് ലാസ്റ്റ് തീരുവാണ് ഈ ഡിസംബർ, അപ്പം എക്സാം ഡേറ്റ് എടുക്കുക, നിങ്ങൾക്ക് പാസ്സാകും എന്നുള്ള ഇതിൽ പോകുക എല്ലാവരും. നിങ്ങൾക്ക് പുതിയ ന്യൂ ഇയർ നല്ല ഒരു വർഷം ആകട്ടെ എല്ലാവർക്കും. ആ ഒരു ഇതിൽ കൊണ്ട് മാത്രം ഞാൻ എക്സാം എഴുതാനായിട്ട് പോയതാണ്. അതുകൊണ്ട് ഒത്തിരി താങ്ക്സ് പിന്നെ എല്ലാ ട്യൂട്ടേഴ്സിനും. പിന്നെ പറഞ്ഞ പോലെ ഇത് മെയിൻ നീതൂസ് അക്കാഡമി, ഞാൻ വേറെ പല യൂട്യൂബിലും ഇതൊക്കെ കണ്ട ഒത്തിരി മെസ്സേജ് അയച്ചായിരുന്നു വേറെ അക്കാഡമിയിലൊക്കെ. പക്ഷെ മെയിൻ ആയിട്ട് എനിക്ക് ഇവിടുത്തെ ടൈമിങ്സ് ആണ് ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം. കാരണം നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം എനിക്കൊരു കുഞ്ഞു കുട്ടിയൊക്കെ ഉള്ളതായിരുന്നു. അപ്പം എങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നുള്ള ഞാൻ അന്നേരം ഡൗട്ട് ചോദിച്ചായിരുന്നു. അഥവാ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പത്തേക്കിന് അനീസാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഏത് ടൈം വേണമെങ്കിലും, ഇത്ര ടൈം രാത്രി 12 മണി 1 മണി വരെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു ഇതില് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അപ്പം ഞാനിപ്പോ എല്ലാവർക്കും ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം മെയിൻ ഇതെന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ് അല്ല, ലൈവ് സെഷൻ ആയതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും അതില് എങ്ങനെയെങ്കിലും അത് കയറിയിരിക്കും എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഭയങ്കര അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും അല്ലെ. നമുക്ക് വേറൊരു വഴിയില്ല എന്ന് വന്നാൽ കയറാതിരിക്കില്ല. എക്സാക്ട്ലി. Okay, thank you so much. God bless you. Fine. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് സന്തോഷം അല്ലെ. അടുത്ത സെറ്റ് ഓഫ് സ്റ്റുഡൻസ് അല്ലെ. യെസ്, ആരോ പറയുന്നത്? യെസ്, സാമിനി. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നീതൂസ് പറയുമ്പോഴും
കുറച്ച് പേര് കണ്ടിട്ടുണ്ട്, ഓക്കെ 1 മന്ത് അല്ലെ 2 മന്ത് ഞാൻ ഇനി വെയിറ്റ് ചെയ്യണോ, അതുകൊണ്ട് മാത്രം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോണവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ആ ടൈം ഒരിക്കലും വേസ്റ്റ് ആവില്ല. അത് എനിക്ക് പറയണമെന്ന് തോന്നി. നിങ്ങളിപ്പം വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കിട്ടിയില്ല, വീണ്ടും വന്ന് ഒന്നേന്ന് തുടങ്ങുന്നതിലും നല്ലത് നിങ്ങൾ ആ 2 മന്ത്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ ചേരുന്നതായിരിക്കും. അതെനിക്ക് പറയണമെന്ന് തോന്നി. കാരണം 1-2 പേരോട് നമ്മൾ പറയുമ്പോൾ അവർ ഈ ഒരു മീൻസ് എന്തിനു ഞാൻ വെയിറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത. പിന്നെ ഓക്കെ ശ്യാമിനി, അതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് അല്ലെ, എത്ര ആളുകളുടെ അല്ലെ, ശരിക്കും നമ്മൾ പറയത്തില്ലേ, നമ്മളിങ്ങനെ നമ്മുടെ ഹാർട്ട് പോർ ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ അല്ലെ നമ്മൾ ഒരുമിച്ച് എന്തൊരു വലിയ പോസിറ്റീവ് വൈബാണ് ഇന്ന് ഈ ലൈവിലുള്ളത്. യാതൊരുവിധ സ്ട്രെസ്സും ഇല്ലാതെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും ആളുകളുടെ ലൈഫ് മാറി മറിഞ്ഞ ഒരു ദിവസം, അതിന്റെ ചെറിയ ഒരു ഭാഗമാവാൻ നീതൂസ് അക്കാഡമിക്കും സാധിച്ചു. ഒരുപാട് സന്തോഷം. ഒത്തിരി ബ്ലെസ്ഡ് ആ ഓരോ ദിവസവും ഞാനത് ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം. ഞാനും എൻ്റെ കൂടെയുള്ള ടീമും ഈ ടീം മെമ്പേഴ്സും എല്ലാം വി ആർ ഇമ്മൻസ്ലി ബ്ലെസ്ഡ്. അതുകൊണ്ടാണ് ഇത്ര അധികം ഫാമിലിയിലോട്ട് ഒരു ചെറിയ ഒരു എൻട്രി അല്ലെ നീതൂസിന് കിട്ടിയത്. ഒരുപാട് സന്തോഷം. സോ ബി ബ്ലെസ്ഡ് ഓൾവേസ്. ഇതുപോലെ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് പോവാം. നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് ചേഞ്ചിങ് പെർസ്പെക്റ്റീവ് നിങ്ങളിലോട്ട് എത്തിയിട്ടുണ്ടോ അതെന്നും അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് പോവാ. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഒരുപാട് വാല്യൂ ചെയ്യാൻ ആവശ്യമുണ്ട്, സെൽഫ് റെസ്പെക്ട് കൊടുക്കാൻ ആവശ്യമുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആവശ്യമുണ്ട് അല്ലെ. നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. ആ ഒരു എൻറ്റയർ അറ്റ്മോസ്ഫിയർ എന്തായിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുപോലെ ഗോഡ് ബ്ലെസ് യു ഓൾ. ഒരുപാട് സന്തോഷം ഇത്രയും നിങ്ങൾ വിൻ ചെയ്ത് നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടും ഇവിടെ വന്നിരുന്ന് ഇത്രയും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തു. ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഈ ഒരു വേർഡ്സിൽ കേട്ട് ഇൻസ്പയർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾ നീതൂസ് ഫാമിലിയിൽ നിന്ന് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സുമായിട്ട് ഫ്ലൈ ചെയ്യണം. അത് തന്നെയാണ് ആസ് എ ട്രെയിനർ എൻ്റെ ഒരു ആഗ്രഹവും. സോ തുടർന്നുള്ള കാര്യങ്ങളിലും എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാ കാര്യവും അപ്ഡേറ്റ് ചെയ്യുക. ആരും ഈ ഫാമിലിയിൽ നിന്ന് എങ്ങോട്ടും പോണില്ല. സ്റ്റിൽ യു ആർ ദ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. ഓൾവേസ് യു വിൽ ബി ദ പാർട്ട് ഓഫ് ദിസ് ഫാമിലി അല്ലെ. ഇതൊരു ഫാമിലി ഇതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി, ഓരോ ദിവസവും മെമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. എല്ലാത്തിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എപ്പോഴും ഇതുപോലെ തന്നെ പോണം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.